വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ ഞെക്കി ആ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ഇട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് ഷുഗർ ആണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ്. അപ്പോൾ അത് ചേർത്തെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ അത് ചേർത്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഫ്രഷ് ക്രീമും ചേർക്കാം. അപ്പം ഞങ്ങൾ ചേർക്കുന്നത് നമ്മുടെ കേക്കിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ക്രീമാണ്. അപ്പം അത് ചേർക്കണം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. കണ്ടോ? അതിൻ്റെ ശേഷം ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റ് ഇതിൽ ഇട്ടാൽ തന്നെ അത് മെൽറ്റായി വരും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അത് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഇതാ നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 3 ഗ്ലാസ്സുകൾക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇതിന് നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാക്കാൻ വെക്കാം. ഇവിടെ ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.